അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ വീട് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു ഇപ്പോൾ പാറപ്പൊടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാറപ്പൊടി തട്ടാൻ വേണ്ടി നമ്മൾ ഷീറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2-3 ദിവസം നല്ല വെയിലിട്ട് ഇപ്പോൾ വേഗം ഇറക്കിട്ടോ. എന്തായാലും ഭാഗ്യത്തിന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് താഴത്തേക്ക്. കൊട്ടണ സൗണ്ടും കാര്യങ്ങളൊക്കെ പടം കേട്ടപ്പോൾ ഇതെല്ലാം എന്താണെന്ന് വിചാരിച്ചാൽ ആ കന്തം വിട്ടിരിക്കുന്നു കേട്ടോ. എൻ്റെ ഒക്കെ തരുന്നത് നേരെ എല്ലാ കാര്യങ്ങളും വീക്ഷിച്ചുകൊണ്ട് ആളോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് ഉപ്മാവ് വരുന്നുണ്ട് രാവിലെ. അത് കഴിച്ച് നമ്മൾ നേരെ വർക്കിനിറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു സൈറ്റ് പോയി നോക്കി. അതുപോലെ സോളാറിൻ്റെ വർക്കിന് വേണ്ടി കുറച്ച് സ്പെയറും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളവിടെ കൊണ്ടുവച്ച് പിന്നെ അത് ഉച്ചയ്ക്കായപ്പോൾ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. മിക്കവാറും ഞാൻ മണ്ണാർക്കാട് നിന്നാണ് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അധികം ഞാൻ ഇതുപോലെ 20-20 കയറി കഴിക്കാറ്. അങ്ങനെ നമ്മളത് കഴിഞ്ഞ് ഷോപ്പിലെത്തി കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വേറെ സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദുർഘടം പിടിച്ച വഴിയിലൂടെയൊക്കെ പോയി നമ്മൾ വേറൊരു വീട്ടിലെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. തിരിച്ച് വന്നപ്പോൾ രണ്ടുപേരും നല്ല വർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശല്യം ചെയ്യാനൊന്നുമില്ല. വീണ്ടും ഒരു സോളാറിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു, അതിനുവേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ പോയിട്ട് നമ്മുടെ സൈറ്റിലെത്തിയപ്പോൾ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ എടുത്ത് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. ഇന്ന് വെൽഡിങ് ഉണ്ടായിരുന്നു സോളാറിൻ്റെ. അപ്പോൾ അത് സ്ട്രക്ചർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രിയായി. നമ്മൾ നേരെ കുറച്ച് കഴിഞ്ഞപ്പോൾ 5-ൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി വന്നു. അങ്ങനെ അവിടേക്ക് അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോയി കുറച്ച് കുഴിമന്തിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതാ 5-ൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതിലാണെങ്കിൽ ഒരു തൊഴിലും തരാത്തതുകൊണ്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഇത്രയും മുട്ടായൊക്കെ കയ്യിലുണ്ട്, എന്നാലും അവൾക്ക് ഇനിയും വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ ഇറങ്ങി അത് 5-ൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അവൻ ഞങ്ങൾ വരുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ സന്തോഷം കൊണ്ട് ഇനി എന്ത് ചെയ്യുന്നുള്ള സങ്കടം ഉണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് വാങ്ങിയൊന്നും കാര്യം നമുക്ക് അറിയില്ലല്ലോ. എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യാം കേട്ടോ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.